ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. വേറെ ആരുടെയും ബർത്ത്ഡേ അല്ല, എൻ്റെ തന്നെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബർത്ത്ഡേ എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത്, ആരൊക്കെ ഉണ്ടായിരുന്നു, എവിടെ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്, ആൻഡ് ഹോൾ ഡേ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈം തന്നെ ഏകദേശം ഉച്ചയായി. അപ്പോൾ എല്ലാവരും ലഞ്ചാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ ഓർത്തു ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്വീറ്റിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കവടിയാറുള്ള ഫ്രോസൺ ബോട്ടിലാണ് പോയത്. അത് ഞാൻ ഓർഡർ ചെയ്ത സംഭവം വന്നിട്ട് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷേക്കായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് സിപ്പിൽ ഭയങ്കര കയ്പ്പായിരുന്നു ആ സാധനം. ഡാർക്ക് ചോക്ലേറ്റ് ഷേക്കാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നായിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കുക. എന്നാലും കുറച്ച് അധികം കയ്പ്പായിരുന്നു കേട്ടോ. പക്ഷെ മധുരം അധികം ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കണം എനിക്കത് പിന്നീട് അടുത്ത സിപ്പുകളിലൊക്കെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി, ഞാനും ലക്ഷ്മിയും അഖിലേട്ടനും നിധിയും കൂടെയൊക്കെ പങ്കായം റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ. അവിടെ ഈവനിങ് അടിപൊളിയാണ്, ലൈറ്റും ആൾക്കാരും ഒക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ. അവിടെ നിന്ന് ടീം സ്നാക്സും ഒക്കെ കുടിച്ചിട്ട് പിന്നീടായിരുന്നു മെയിൻ സംഭവം. നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യണമല്ലോ, ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ കേക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു ദ ക്യൂട്ടസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടാണ് മേടിച്ചുകൊണ്ട് വന്നത്. അതുപോലെ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് എനിക്ക് കിട്ടുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓൾമോസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ലൈറ്റുള്ളൊരു സ്പോട്ട് നോക്കി പോയിട്ട് ലാസ്റ്റ് കനകക്കുന്നിലാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയത്. അതുപോലെ ഇത് നമ്മൾ എടുക്കണം എന്ന് വിചാരിച്ച എടുത്തൊരു വീഡിയോ അല്ല കേട്ടോ. കാരണം ലൈറ്റ് എത്രത്തോളം കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആയിരുന്നു ഇത്. കേക്ക് കട്ട് ചെയ്യുമ്പോഴും അതിന് മുന്നേയൊക്കെ ഫുൾ അലമ്പായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മളെല്ലാവരും കാണുമ്പോൾ ഫുൾ അലമ്പാണ്. എന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. എല്ലാ വർഷവും കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇയർ എനിക്ക് ബർത്ത്ഡേ ഒന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ വർഷം കുറച്ച് സന്തോഷമുള്ള ദിവസം തന്നെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മെയിൻ സംഭവം ഉണ്ടല്ലോ, ഗിഫ്റ്റ് കിട്ടുകയെന്ന് പറയുന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പം ഗിഫ്റ്റ് ഒക്കെ തന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ അത് അൺബോക്സ് ചെയ്ത് കേട്ടോ. അപ്പം ഒരു ഗിഫ്റ്റ് ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ചോക്ലേറ്റ്സിൻ്റെ ഒരു ബോക്സാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടായിരുന്നു മെയിൻ സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ബുക്കായിരുന്നു കേട്ടോ, ഇക്കിഗൈയുടെ ഒരു ബുക്കായിരുന്നു. വായിക്കട്ടെ, ഇനിയെങ്കിലും വായിച്ച് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ആ ബുക്ക് തന്നത്. പക്ഷേ ആ ബുക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പക്ഷേ ആ വാച്ച് അടിപൊളിയായിരുന്നു, അടിപൊളി വാച്ചായിരുന്നു. പക്ഷേ ആണെങ്കിൽ ബ്ലാക്ക് മെറ്റൽ വാച്ചായിരുന്നു. എൻ്റെ കൈ തീരെ മെലിഞ്ഞതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ആപ്റ്റായില്ല. അതുപോലെ എനിക്ക് കുറച്ച് വലുതായിരുന്നു. അത് ചെയിൻ കട്ട് ചെയ്താൽ ശരിയാകുമായിരുന്നു. എന്നാലും ഞങ്ങളത് മാറ്റി മേടിച്ചു. അപ്പോൾ അത് മാറ്റി മേടിച്ചതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ, ഏത് വാച്ചാണ് മേടിച്ചതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് പോയി കാണണേ. പിന്നെ അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് എനിക്കൊരു വലിയ ഗിഫ്റ്റും കൂടെ കിട്ടി. എനിക്ക് ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റ് കിട്ടി. കാരണം എൻ്റെ ഹെഡ്സെറ്റ് ഓൾറെഡി അത് ചീത്തയായി പോയിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഹെഡ്സെറ്റ് ഇല്ലായിരിക്കുമായിരുന്നു. കുറേ നാളായിട്ട് നോർമൽ ഒരു ഹെഡ്സെറ്റ് മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ബോട്ടിൻ്റെ അടിപൊളി ഒരു ഗിഫ്റ്റാണ് കിട്ടിയത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത സംഭവമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് കുറേ തവണ ഇങ്ങനെ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ പാട്ടിരുന്നു, കേൾക്കുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കത് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളവിടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗെയിമെല്ലാം കളിച്ച് കുറച്ച് വൈബൊക്കെ അടിച്ചതിന് ശേഷം ട്രീറ്റ് കൊടുക്കണമല്ലോ. ഇവരെന്തായാലും ട്രീറ്റ് ചോദിക്കുമല്ലോ, എൻ്റെ ഫ്രണ്ട്സ് അല്ലേ. അങ്ങനെ ട്രീറ്റ് ചോദിച്ചു. അപ്പോൾ നമ്മൾ നേരെ ലുലുവിലാണ് പോയത്. ലുലുവിൽ പോയപ്പം ഹാലോവീൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിരുന്നു. നമ്മുടെ മത്തങ്ങയിൽ ഓരോ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഹൈപ്പറിലാണ് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് സെക്ഷനിലേക്ക് പോയി. ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ റാപ്പ്, പിന്നെ ഹൈദരാബാദി ബിരിയാണി, ഒരു ആന്ധ്ര ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫ്രൈഡ് ചിക്കൻ, ഇതൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ എത്തിയ ടൈം ഓൾമോസ്റ്റ് 10 ആയതുകൊണ്ട് ക്ലോസിങ് ടൈം അടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചില്ല. നമ്മൾ ലക്ഷ്മിയുടെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നാണ് നമ്മൾ ഫുഡ് എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിച്ചത്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലെത്തി ഡേനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താ പറയുക, സാധാരണ ഒരു ദിവസം പോകേണ്ടത് ഇത്രയും മെമ്മറബിൾ ഡേ ആക്കി തന്ന എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.